വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ വീട്ടിലെ പുതിയ ആളാണ് കേട്ടോ ഇത്. ഇതിനെ നമ്മൾ ആദ്യം വിളിച്ചത് സ്നോബെൽ എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ ഇപ്പോൾ ഇത് ശരിക്കും പേര് പാച്ചു എന്നാണ് പിന്നീടാണ് അറിഞ്ഞത്. അപ്പോൾ ഇപ്പം ഈ പാച്ചുവിൻ്റെ മേത്തുണ്ടല്ലോ ചെറുതായിട്ട് പേനൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പേന കളയാൻ വേണ്ടി വീട്ടിൽ തന്നെ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു മരുന്നാണ്. അപ്പം നമ്മൾ വീട്ടിൽ പൂച്ചയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് കടയിൽ പോയിട്ട് മരുന്ന് മേടിച്ച് കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ പൂച്ചയൊക്കെ ആണെങ്കിൽ ഈ ഒരു ചെറിയ പൊടിക്കൈ കൊണ്ട് മാറിക്കോളും. അപ്പോൾ എന്താണെന്ന് നോക്കാം. പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ട് അരങ്ങാണ്ടിരുന്നോളൂ എന്നറിയാമല്ലോ. ഇതിപ്പോൾ 1.5 ആഴ്ചയായിട്ടുണ്ടാവും നമ്മുടെ വീട്ടിൽ വന്നിട്ട്. ഭക്ഷണമൊക്കെ കഴിച്ചോളും, വീട്ടിൽ നിന്ന് പുറത്തെങ്ങും പോവില്ല. അപ്പോൾ ഇതെനിക്കിത് എവിടെ നിന്നാണ് കിട്ടിയെന്ന് അറിയോ? ഞാൻ മീൻ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞപ്പം അവിടെ റോട്ടിൽ ഒരു പൂച്ച ഇരുന്ന് കരയാനുണ്ടായിരുന്നു, നല്ല ബ്ലാക്ക് ആയിട്ടുള്ളൊരു പൂച്ചക്കുഞ്ഞ്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അതിനെ എടുത്തിട്ട് അവിടെ ഒരു തടിക്കഷ്ണം കിടപ്പുണ്ടായിരുന്നു, 2-3 അടുപ്പിച്ചായിട്ട് ഇങ്ങനെ വലിയ തടിക്കഷ്ണം. അപ്പോൾ അതിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് അനുചേട്ടനോട് പറഞ്ഞു, അനുചേട്ടാ എനിക്കൊരു പൂച്ചക്കുഞ്ഞിനെ കിട്ടിയിട്ടുണ്ട്, അതിനെ എടുത്തേക്കാം, അല്ലെങ്കിൽ അതവിടെ കിടന്ന് ചത്തു പോകും, അപ്പോൾ നമുക്ക് വളർത്താൻ പറ്റുമെന്ന് ചോദിച്ചു. അനുചേട്ടൻ്റെ പൊതുവെ അങ്ങനെ പൂച്ചക്കുഞ്ഞിനെ ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ നമ്മുടെ ബെഡിൽ കയറും, അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ കട്ടിൽ കസേരയിൽ ഒക്കെ കയറിയിരിക്കുമല്ലോ. അപ്പോൾ അത് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് അനുചേട്ടൻ അത് പറഞ്ഞ് വേണ്ടാന്ന് പറയും. അപ്പോൾ ഞാൻ പറഞ്ഞു മഴയൊക്കെ പെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കിടന്ന് ചത്തുപോകും, കണ്ണ് തുറന്നിട്ടേ ഉള്ളൂ, എന്തെങ്കിലും കഴിക്കുമെന്ന് തോന്നുന്നുണ്ട്, എന്നാലും എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടമായി എന്ന് പറഞ്ഞു. പക്ഷെ ഫുൾ ബ്ലാക്ക് ആയിരുന്നു കേട്ടോ, നല്ല കറുത്ത കരിമുണ്ടനായിട്ടുള്ളൊരു കുഞ്ഞായിരുന്നു. അത് കഴിഞ്ഞിട്ട് അണിച്ചേട്ടനോട് ഞാൻ പറഞ്ഞൊരു ഇത് സമ്മതിപ്പിച്ചു. അണിച്ചേട്ടൻ 2 കാര്യം പറഞ്ഞു: കട്ടിലേ കയറാൻ പാടില്ല, അതുപോലെ തന്നെ സെറ്റിലും കയറി ഇരിക്കാൻ പാടില്ല, കസേരയിലും കയറി ഇരിക്കാൻ പാടില്ല, ബാക്കി നിങ്ങൾ പുറത്തിട്ടൊക്കെ വളർത്തിക്കോ, അങ്ങനെ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് ചെന്ന് അവിടെ ചെന്നപ്പോഴേക്കും അതിൻ്റെ തടിക്കഷ്ണത്തിൻ്റെ ഇടയിലായിരുന്നു അത്. ആണ് ഞാൻ അതിനെ എടുത്തുകൊണ്ട് വന്ന ഒരു 2 വീടിൻ്റെ അപ്പുറത്ത് അവിടെ എത്തിയപ്പോഴേക്കും ഉണ്ടല്ലോ അതിൻ്റെ തള്ളെങ്ങാനെന്ന് കോടി കശിങ്ങ വന്ന് ഒരു സാധാരണ ഒരു കവടിപ്പൂച്ച ഒരു ബ്ലാക്ക് കളർ പോലത്തെ ഓടിക്കഥ ചിങ്ങട വന്നിട്ട് എൻ്റെ ചുറ്റും കിടന്ന് ഭയങ്കര നിലവിളി അങ്ങ് തുടങ്ങി, എൻ്റെ കുഞ്ഞിനെത്തായി എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനാകെ ഇതായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തല്ലേ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ അതിനെ അവിടെ ഇറക്കി വിട്ടു. അപ്പോൾ തന്നെ ആ തള്ള അതിൻ്റെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി. ഞാനിങ്ങനെ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നപ്പോഴാണ് തൊട്ടടുത്ത വീട്ടിൽ അവർ പറഞ്ഞത് അപ്പോൾ അതിനെ അതിൻ്റെ തള്ളക്ക് കൊടുത്താൽ ഇനി സുതിക്ക് വേറെ പൂച്ചനെ വേണോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്, വീട്ടിൽ 2 പേരും കൂടി പ്രതീക്ഷിച്ചിരിക്കണേണ്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും വന്ന് പൂച്ചക്കുഞ്ഞിനെ കൊണ്ടുവരാമെന്നും പറഞ്ഞിട്ടുണ്ട്, അവർ 2 പേരും കൂടി പ്രതീക്ഷിച്ചിരിക്കണേണെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പറഞ്ഞ് ഇപ്പുറത്ത് തന്നെ ഒരു സനി എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിയുടെ വീടുണ്ട്, അപ്പോൾ അവിടെ ഒരു 3-4 പൂച്ചക്കുഞ്ഞുണ്ട്, ചെന്ന് ചോദിച്ച് നോക്കുമെന്ന് പറഞ്ഞു. അത് ഇതിനേലും കുറച്ചും കൂടി മുഴുത്തതാണ്, അപ്പം പിള്ളേർക്ക് കളിക്കാനാണെങ്കിൽ അതായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ചേട്ടൻ്റെ വീട്ടിൽ ചെന്നപ്പോഴും അവിടെ 3 വെള്ള കുഞ്ഞുണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു ബ്ലാക്കും വൈറ്റും കളറുള്ള കുഞ്ഞില്ലേ, അങ്ങനെ 4 കുഞ്ഞുണ്ടായിരുന്നു മൊത്തം. അങ്ങനെ അതിൽ നിന്ന് ഒരെണ്ണം എനിക്ക് തന്നാണത്. അവരിങ്ങനെ അവിടുത്തെ 2 പിള്ളേരുണ്ട്, അവർ 2 പേരും കൂടി എടുത്തു വെച്ചിട്ട് ഇങ്ങനെ ഒക്കത്തെടുത്തിട്ട് നടന്നു വെച്ചാണ് കുഞ്ഞുങ്ങളെ. അപ്പോൾ അതുകൊണ്ടുണ്ടല്ലോ ഇത് ഭയങ്കരമായിട്ട് ഇണങ്ങി ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും പുറത്തെങ്ങും പോകുകയൊന്നുമില്ല. പിന്നെ ഇവിടെ എപ്പോഴും എന്തെങ്കിലും അതിന് വേണ്ടി കൊടുക്കാനുണ്ടാവുമല്ലോ, പിള്ളേരുള്ളതല്ലേ, ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാകണോണ്ട് പുള്ളി ഇവിടെ നിന്നും പുറത്ത് പോയില്ല, ഭയങ്കര ഇഷ്ടമായി പോയി പുള്ളിക്ക് ഇങ്ങനെ. അങ്ങനെ ഞങ്ങൾക്ക് ഈ പൂച്ചക്കുഞ്ഞിനെ കിട്ടിയപ്പോൾ നല്ല വെള്ള കുഞ്ഞായതുകൊണ്ട് പാറു എന്നൊരു പേരിട്ടത് സ്നോബെൽ എന്ന് പറഞ്ഞാണ് കേട്ടോ. നമ്മുടെ കാർട്ടൂണിലെ കഥാപാത്രമല്ലേ, അപ്പോൾ സ്നോബെൽ എന്ന് പറഞ്ഞ പേരിട്ടത്. ഞാൻ പറഞ്ഞ അതിന് വായിക്കൊള്ളാത്ത പേര് വിളിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് തന്നെ മനസ്സിലാവണില്ല. സ്നോബെൽ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും വല്ല ചിന്നൂന്ന് അങ്ങനെ വല്ലതും ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് പാറുവിന് പക്ഷേ സ്നോബെൽ എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ കുറേ ദിവസം ഞങ്ങൾ സ്നോ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരുന്നു വെച്ച്. ഒരു 2 ദിവസം കൂടി കഴിഞ്ഞപ്പോഴേക്കും ഒരു ദിവസം രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴേക്കും പൂച്ചക്കുഞ്ഞിനെ കാണില്ല. ഞങ്ങൾ രാത്രി മുഴുവൻ ഇങ്ങനെ അന്വേഷിക്കണേണ്, പെര മുഴുവൻ അന്വേഷിച്ച്, മുറ്റത്തൊക്കെ അന്വേഷിച്ച് അങ്ങനെ വിളിച്ചിട്ട് കിടക്കണേണ്. അല്ല കിടക്കാൻ നേരത്ത് കിടന്നുണ്ട്, പിന്നെ എഴുന്നേറ്റ് വന്നിട്ട് വീണ്ടും നോക്കണേണ് പൂച്ചക്കുഞ്ഞ് എവിടെ പോയിന്ന് ഒരു രക്ഷയില്ല. രാത്രി ഒരു വിധമൊക്കെ ഞങ്ങൾ കഴിച്ചു കൂട്ടി നേരം വെളുത്ത് ഞാനൊരു 5:30 തന്നെ ഞാൻ എഴുന്നേറ്റ് പെരക്ക് ചുറ്റുമൊക്കെ വിളിച്ച് നടന്ന് കുഞ്ഞിനെ കാണുന്നില്ല. പിന്നെ ഞാൻ കൊണ്ടുവന്ന് വീട്ടിൽ തന്നെ പോയിട്ടുണ്ടാകും, ചിലപ്പോൾ തള്ള ആ വഴി വന്നിട്ടുണ്ടെങ്കിൽ തള്ളയുടെ കൂടെ പോയി കാണുമെന്ന് വിചാരിച്ചു. അങ്ങനെ ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ചെന്നിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ 2 പിള്ളേരും കൂടി തിരിച്ച് ഇവിടെ വന്ന് എന്നിട്ട് അവർ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെ പാച്ചു എന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ അറിയണത് ഈ പൂച്ചക്കുഞ്ഞിൻ്റെ ഒരു പാച്ചു എന്നാണ്. അവൻ കുറേ നേരം വന്നിട്ട് ആ ഇവിടെ നിന്നേച്ചിട്ടോ. അങ്ങനെ അനുചേട്ടൻ ജോലിക്ക് പോകാൻ വേണ്ടി യാത്ര ചെയ്യാൻ നേരത്ത് അനുചേട്ടൻ്റെ ബുക്ക് ഷെൽഫിൻ്റെ അകത്തിരുന്നത് നിലവിളിക്കണേ പുള്ളി. അതായത് രാത്രി കാശി എങ്ങനെ കളിപ്പിച്ചിട്ട് അതിൻ്റെ അകത്ത് കിടത്തിയിട്ട് പുള്ളി അതിൻ്റെ അകത്ത് ലോക്കായിപ്പോയി.
പുള്ളി അത് ഉണ്ടാനും പോയില്ല. എന്ന് വെച്ചാൽ ഇതിങ്ങനെ രണ്ടും കൂടി എപ്പോഴും എടുത്ത് കുലുക്കിക്കൊണ്ട് എടുക്കണമല്ലോ. ആ ക്ഷീണത്തിൽ പുള്ളി ഉറങ്ങിപ്പോയതായിരിക്കും. അങ്ങനെ ഞങ്ങൾ സ്നോബെല്ലിൻ്റെ പേര് മാറ്റി പാച്ചു എന്നാക്കി. ഇപ്പോഴും പാറ ഇടയ്ക്കിടയ്ക്ക് സ്നോബെല്ലിൽ തന്നെ വിളിക്കണം. അപ്പോൾ നമ്മളിന്ന് പാച്ചുവിനെ കുളിപ്പിക്കാൻ പോവാണ്. കുളിപ്പിക്കണത് ഒരു എണ്ണ ഇട്ടിട്ടാണ്. ആ എണ്ണ ഇട്ട് കഴിയുമ്പോൾ പേനൊക്കെ ഒന്ന് മാറി കിട്ടും. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എണ്ണ ഇട്ട് കുളിപ്പിക്കണം. പിന്നെ കുറച്ചും കൂടി വലുതായി കഴിയുമ്പോഴേക്കും നമുക്ക് കടയിൽ നിന്നൊരു മരുന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ ആ മരുന്ന് ഇട്ടിട്ട് നമുക്ക് കുളിപ്പിക്കാം. ഇപ്പോൾ കുഞ്ഞിതായതുകൊണ്ട് നമുക്ക് ഈ എണ്ണയിട്ട് കുളിപ്പിച്ചാൽ മതി. സമയത്ത് പെയിൻ പോകാനായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാവുന്നൊരു മാർഗ്ഗമാണ്. ഏതെങ്കിലും ഒരു എണ്ണ എടുക്കുക, എന്നിട്ട് ഞാൻ ചീനിച്ചിട്ടിലേക്ക് ഒഴിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, അതൊന്ന് ചതച്ചെടുക്കണം. അത് നമുക്ക് ഈ എണ്ണയിലിട്ട് നന്നായിട്ട് മുരിച്ചെടുക്കണം. ഈ എണ്ണ കുറച്ച് നേരം പൂച്ചയുടെ മേത്തൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, പട്ടിക്കുഞ്ഞാണെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. നന്നായിട്ട് മൊരിഞ്ഞ് കഴിയുമ്പോൾ ഈ എണ്ണ പൂച്ചയുടെ മേത്ത് തടവിയിട്ട് ഒരു അരമണിക്കൂർ വെക്കുക. അപ്പോൾ പേനൊക്കെ ചത്ത് പൊക്കോണം. എന്നിട്ട് എന്തെങ്കിലും ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പൂ ഇട്ടിട്ട് കുളിപ്പിച്ചെടുത്താൽ മതി. കുഞ്ഞി പട്ടിക്കുഞ്ഞാണെങ്കിലും ഇങ്ങനെ തന്നെ ചെയ്യാം. നമ്മൾ കുഞ്ഞു പട്ടിക്കുഞ്ഞിനെ കൈ കിട്ടുമ്പോൾ അതിന് മേത്ത് ചെറിയ ഈരുണ്ടാവും, നമ്മൾ ശ്രദ്ധിക്കില്ല. പേൻ ചിലപ്പോൾ കണ്ടില്ലെന്ന് വരാം. പക്ഷേ ഈ ഒരാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്കും ഈ ഈരൊക്കെ കൂടി പൊട്ടിയിട്ട് പേനാവാൻ തുടങ്ങും. നമ്മൾ കുട്ടികളുള്ള വീടാണെങ്കിൽ നമ്മൾ ഒരിക്കലും പേനുള്ള പൂച്ചനെയൊന്നും വളർത്തരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂച്ചയുടെ പേനൊക്കെ കളഞ്ഞു വെക്കുക. അല്ലെങ്കിൽ അത് കടിച്ചിട്ട് നമ്മുടെ കുട്ടികൾക്ക് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാവും. ഇത് ഒരുപാട് കരിച്ചെടുക്കണമെന്നില്ല. ഇതുപോലെ ഇങ്ങനെ നന്നായിട്ട് മൊരിച്ചെടുത്താൽ മതി. ഒരു ചുള വെളുത്തുള്ളി ഉണ്ടത് നമുക്കിനി ഓഫാക്കി വെക്കാം. ആ എണ്ണയ്ക്ക് ഇടുന്നത് നന്നായിട്ട് പൊരിഞ്ഞോളും. നമ്മുടെ പാച്ചുവിനെ കുളിപ്പിക്കാനായിട്ട് ഇതേ കാശിയും കൂടി വന്നിട്ടുണ്ട് കേട്ടോ. കാശി വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ കിടന്ന് ബഹളം ഉണ്ടാക്കി തുടങ്ങി. നമുക്ക് വേഗം തന്നെ കുളിപ്പിക്കാൻ തുടങ്ങാം. കുളിപ്പിക്കാനല്ല, ആദ്യം എണ്ണ തേക്കാൻ തുടങ്ങാം. കണ്ട എണ്ണ തേച്ച് കഴിഞ്ഞപ്പോൾ പേനൊക്കെ ഇങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ആറിയ ശേഷം മാത്രമേ ഇത് പുരട്ടാൻ പാടുള്ളൂ കേട്ടോ. മിക്കവാറും പുള്ളി ഓടിക്കളയാനുള്ള സാധ്യതയുണ്ട്. ഓക്കേ, ഇനി നമുക്ക് കുളിപ്പിക്കാം. യോ കാശിനെടുത്ത് വെള്ളം പുള്ളി ഒരു തരത്തിൽ സമ്മതിക്കില്ല. പാറു ആ ഷാമ്പു എടുക്കാൻ പോയാൽ അപ്പോൾ സ്നോബെല്ലാം കുളിപ്പിച്ച് കഴിഞ്ഞിട്ട് കുട്ടപ്പനായിട്ട് കൊണ്ടുവന്ന് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീഡിയോ എടുക്കാനാന്ന് പറഞ്ഞപ്പോൾ പാറിൻ്റെ കുട്ടിയൊക്കെ അടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. വൈക്കപ്പൊക്കെ ഇട്ട് മുടിയൊക്കെ വേറെ സ്റ്റൈലിൽ കെട്ടി വെച്ചിരുന്നുണ്ട്. ഇപ്പം മാറ്റിയതാണ്. പിന്നെ പാറിൻ്റെ കയ്യിലിരിക്കണ കൊണ്ട് കാശി വഴക്കിട്ടിരിക്കണം. ഞങ്ങളുടെ മുടിയിൽ ഇതിപ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കണോണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൂച്ചനെ കുളിപ്പിക്കണം. അതുപോലെ തന്നെ പേനൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിക്കുകയും ചെയ്യണം. കാശിയാണോ കുളിപ്പിച്ചത്? അമ്മയാണോ കുളിപ്പിച്ചത്? സ്നോബെല്ലിന് ഉറക്കം വന്നിട്ടുണ്ട്. അപ്പോൾ പാച്ചക്കുട്ടിന് ഉറക്കം വന്നിട്ടുണ്ട്. അത് കാരണം പുള്ളി തൂങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഉറങ്ങിക്കോടാ. അയ്യോ അത് വാല്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ. ടാറ്റ പറഞ്ഞു. ടാറ്റ പറയുക.